മച്ചാമരെ, നമ്മളിപ്പോൾ കേട്ട സൈറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപായ സൈറോ ആണ്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. മഴയോ കാറ്റോ വരുമ്പോഴത്തേക്കുള്ളതാണ്. ദാ വന്നു. ആശാന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം ഇന്ന് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ച് വെക്കും. നമ്മൾ ചൂണ്ടയിടാനായിട്ട് റെയിൻകോട്ടൊക്കെ ആയിട്ട് ഇറങ്ങി എല്ലാം സെറ്റ് ചെയ്ത് ചേറടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവം. അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. മനസ്സൊരു പതറിപ്പോയി. ഈ കാറ്റും മഴയും കണ്ടപ്പോഴത്തേക്ക് ഞാനും കരുതി പിന്നെ പോകണ്ട എന്നുള്ള രീതിക്ക് നിന്നു. പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. ദാ മഴയെല്ലാം തോന്നു കഴിഞ്ഞതിന് ശേഷം ദാ വെള്ളം ഇങ്ങനെ കയറി നിന്നു. വെള്ളം ഇങ്ങനെ കയറി സമയത്ത് നമ്മൾ ഇവിടെയാണ് പോകാനായിട്ട് ഇറങ്ങിയിരുന്നത്. സംഭവം കണ്ടു നോക്ക്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ലൈൻ പോസ്റ്റും കൂടായിട്ട് പുഴുത് നമ്മൾ വരുന്ന റോഡിന്റെ കുറുകെയാണ് കിടന്നത്. വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുള്ള തീരുമാനമായേനെ, ബിരിയാണി കിട്ടിയേനെ. സംഭവം എന്തായാലും ഈ സൈഡിൽ കൂടെ വേണം നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനായിട്ട്. ഭാഗ്യത്തിന് നമ്മൾ ഇറങ്ങാതിരുന്നത് ഏറ്റവും വലിയ ലക്കായിരുന്നു. ഈ ഇലക്ട്രിസിറ്റിക്കാരെ സമ്മതിക്കണമെന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മഴയത്തായാലും വെയിലത്തായാലും അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഞാൻ കണ്ടില്ല, ഇത് പൊട്ടി വീണ് കിടക്കുന്നതിലും കണ്ടില്ല. അപ്പൊ ഈ മരം മുറിക്കുന്നവരാണോ പറഞ്ഞത് അവിടെ ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് പോകരുത്, അത് റിസ്ക് ആണെന്ന് പറഞ്ഞത്. നമ്മൾ പോയിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റത്തെ വ്യത്യാസമുള്ളായിരുന്നു. എല്ലാത്തിനും ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ സംഭവം വലിയൊരു പുളിമരമാണ് ഈ വീണ് കിടക്കുന്നത്. അത് ആളുടെ വീട്ടിന്റെ മണ്ടേക്കട കിടക്കുകയാണ്. പിന്നെ അവര് വെളിയിൽ നിന്ന് ആളെ വിളിച്ച് മുറിപ്പിച്ച് കെട്ടിയിറക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി റിസ്ക് തന്നെയാണ്. ഈ തെറ്റലിൽ ഇവർ കയറി ചെയ്യുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ആ വീടോടുകൂടി ആ മരം കൊണ്ട് തള്ളിയിട്ടളയും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മഴയും വെയിലും നോക്കാതെ ഇവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എന്തായാലും ഇന്നത്തെ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഗേസ്.